റോയൽ മോഡ എന്നുള്ള പുതിയ ക്ലോത്തിങ് ബ്രാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ജയ്പൂർ കോട്ടൺ. കാന്ത കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. കാന്ത ലൈൻസ് ഉണ്ടല്ലോ എംബ്രോയിഡറിയിലെ, ആ ലൈൻസ് ഇങ്ങനെ മെറ്റീരിയൽസ് ത്രൂ ഔട്ട് പോകുന്നുണ്ട്. വൈറ്റ് ത്രെഡിന്റെ ലൈൻസ് പോകുന്നത് കണ്ടോ, എംബ്രോയിഡറി ലൈൻസ്. ഇത് ബാക്ക് സൈഡിലും ഒരുപോലെ എംബ്രോയിഡറിയുടെ ആയതുകൊണ്ട്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡൊക്കെ മെറ്റീരിയലിൽ ഏതാണ്ട് കണ്ടോ ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ആണ്. അപ്പോൾ അതിന്റെ പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതൊരു പ്രഗ്നൻസി ഫീഡിങ് ഒരു മിഡി ഫ്രോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ കുർത്തി, ഫീഡിങ് കുർത്തി, പ്രഗ്നൻസി കുർത്തി. നല്ല കോട്ടന്റെ കുർത്തിയാണ്. ഇതാണ് നമ്മുടെ ഓണക്കോടി സീരീസിലെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത്തരം ഫീഡിങ് കുർത്തി, പ്രഗ്നൻസി കുർത്തികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. കുറച്ച് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ടല്ലോ പുറത്തേക്ക് ഇട്ട് പോകാനുള്ളത്, ഡെയിലി വെയർ അല്ല. അപ്പോൾ രണ്ട് സൈഡിലാണ് ഇതിന് സിബ് വെച്ചിട്ടുള്ളത്. ഇതിനിപ്പോ നമ്മൾ ഓണത്തിന്റെ ഓഫർ പ്രമാണിച്ച് 499 റുപ്പീസിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. 499 റുപ്പീസ്. രണ്ട് സൈഡിലും ഡോരി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബെല്ലി സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ല കോട്ടൺ ആണ്. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരുപോലെ തന്നെയാണ് ഈ മെറ്റീരിയലിന്റെ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. അതിൽ നമ്മളൊരു ക്രോഷ്യയുടെ ലേസ് വെച്ചിട്ടുണ്ട്. ഡോരിയുള്ള കാരണം നമുക്ക് ബെല്ലി സൈസ്, ബ്രസ്റ്റ് സൈസും ഒക്കെ നമുക്ക് പരമാവധി എക്സ്പാൻഡ് ആവുന്ന ഒരു സമയമാണല്ലോ പ്രഗ്നൻസി സമയം എന്ന് പറയുന്നത്, പ്രഗ്നൻസി ഡെലിവറി സമയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട, അവിടെ ഒരു കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും ബെല്ലി സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും ഡ്രസ്സ് നമുക്ക് അതിനനുസരിച്ച് ലൂസാക്കി കൊടുക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഡ്രസ്സും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് സാധാരണഗതിയിൽ ഉള്ള ഡ്രസ്സുകൾക്കൊക്കെ ബ്രസ്റ്റിന്റെ അവിടെ ഭയങ്കര ടൈറ്റ് വരാറുണ്ട്. സാധാരണ നമ്മളിടുന്ന എയർലൈൻ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് നമ്മൾ വെറുതെ നമ്മളൊരു ഡോരി വെച്ചിട്ട് നമ്മളൊരു ഷേപ്പാക്കി വയറുഭാഗം മാത്രം കെട്ടിയിട്ട് കാര്യം ഉണ്ടാവാറില്ല. ഈ ചെസ്റ്റിന്റെ ഭാഗത്ത് ഭയങ്കര ഒരു ഒരു വൃത്തിയിലിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ചെറിയ പ്ലീറ്റ്സ് കേട്ടോ. നല്ല വണ്ണം കൂടിയ പ്ലീറ്റ്സ് അല്ല. അപ്പൊ നമുക്ക് പൊന്തി നിൽക്കില്ലേ, ഉള്ള സൈസിനേക്കാളും കൂടുതൽ നിൽക്കില്ലേ, അങ്ങനെയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ ചെറിയ പ്ലീറ്റ്സ് ഉണ്ടെന്ന് കാണാനേ പറ്റില്ല, അത്ര ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അവിടെ നമ്മൾ ചതുരത്തിൽ വീനക്കാണ്. ചതുരത്തിൽ നമ്മൾ ക്രോഷ്യയുടെ ഒരു ലേസ് വെച്ചിട്ടുണ്ട്. ഒരു ഐവറി കളറിലെ ലേസ് വെച്ചിട്ടുണ്ട്. അതായത് ഈ വൈറ്റ് ഡിസൈനിന് പ്യൂർ വൈറ്റ് അല്ല കേട്ടോ, അതിലുള്ള ലൈൻസ്, പിങ്കിന്റെ കൂടെയുള്ള ലൈൻസ്, അതൊരു ഐവറി കളർ ഉണ്ടല്ലോ, ഓഫ് വൈറ്റ് കളറില്ലേ, ആ കളറാണ് വരുന്നത്. ഓഫ് വൈറ്റിന്റെ കൂടെ മാച്ച് ആയിട്ട് വരുന്ന ഒരു ലേസ് വെച്ചിട്ടുണ്ട്. കോട്ടന്റെ തന്നെ ക്രോഷ്യയുടെ ലേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ പ്ലീറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ഇത്രയ്ക്കും ഒരു പുറത്തേക്ക് ഇടുന്ന കാഷ്വൽ ടോപ്സ് ഒക്കെ നമ്മൾ കുറച്ചധികം നാളത്തേക്ക് വേണ്ടിയല്ലേ വാങ്ങുന്നത്. ഡെയിലി വെയർ പോലെ എന്നും ഇട്ട് ഇതാവുന്നില്ലല്ലോ. അപ്പോൾ ചെറിയ പ്ലീറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ കാലത്തും നമ്മുടെ സൈസ് അതിൽ കൊള്ളാനായിട്ട് സാധിക്കുള്ളൂ. മുകളിൽ പഫ് സ്ലീവ് അല്ല, താഴെ വളരെ ചെറിയ കുറച്ച് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈയിന്റെ. അതൊരു മോഡലായിട്ട് നിൽക്കാനായിട്ട്, ആ ഡ്രസ്സിന് മാച്ച് ചെയ്യാനായിട്ട്. അതാണ് കൈയിന്റെ ഡിസൈൻ വരുന്നത്. വളരെ നല്ല കോട്ടൺ ആണ്. മെറ്റീരിയലിന്റെ ഒരു ഭംഗി രസവും കണ്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കനം കുറഞ്ഞ ഡോരി, അങ്ങനെയാണ് ഈ ഡ്രസ്സിന്റെ പ്രത്യേകതകൾ വരുന്നത്. അപ്പോൾ ഓണക്കോടി നിങ്ങൾ എടുക്കാൻ പ്ലാനുള്ളവരാണെങ്കിൽ പ്രഗ്നൻസി ഫീഡിങ്സ്, അത് രണ്ട് സൈഡിലും സിബ് വരുന്നുണ്ട്. ഇൻവിസിബിൾ സിബാണ്. ഇഷ്ടപ്പെട്ടവര് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. പിന്നെ പാന്റ് ഇട്ടിട്ടും പാന്റ് ഇടാതെ മിഡി ഫ്രോക്ക് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കുർത്തിയായിട്ടും മിഡി ഫ്രോക്ക് ആയിട്ടും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. കുറെ കാലം ലാസ്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെയും കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.